എല്ലാം പെട്ടെന്നായിരുന്നു ഒന്നും അറിയില്ല. എന്താ അതുപോലത്തെ ഒരു കഥയാണിത്. എന്താന്നല്ലേ വാ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഈ ബസ് എന്ന് ചാടി ഇറങ്ങിയത് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കാണും കേട്ടോ. വളരെ പെട്ടെന്നുണ്ടായ തീരുമാനത്തിൻ്റെ പുറത്ത് അത്യാവശ്യമായിട്ട് തന്നെ ബാംഗ്ലൂർക്കൊന്ന് പോകേണ്ടി വന്നു. എന്താ നമ്മൾ പോകുന്ന ബസ്സായിരുന്നു കേട്ടോ ഇത്. ഈ ലോങ് യാത്രകൾക്കൊക്കെ ബസ് സെലക്ട് ചെയ്യണേക്കാട്ടിലും എന്തുകൊണ്ടും ബെറ്റർ എൻ്റെ പേഴ്സണലാണ്, എനിക്ക് ട്രെയിനാണ് ഇഷ്ടം. അതാവുമ്പോൾ ആ ചായ കാപ്പി എന്നൊക്കെ കേട്ട് പോകുമ്പോൾ തന്നെ കിട്ടുന്നൊരു മനസ്സുഖം ഉണ്ടല്ലോ, ആ ഒരു വൈബ് വേറെ തന്നെയാണ്. ട്രെയിൻ വിൻഡോ സീറ്റൊക്കെ ആണെങ്കിൽ പറയണ്ട, അടിപൊളി വൈബാകും. പിന്നെ വാഷ്റൂമിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ അല്ലേ. ഇപ്പോൾ സമയം രാവിലെ 7:24. നമ്മൾ രാത്രി MML റോഡിൽ നിന്ന് കോഴിക്കോട് നിന്ന് 12:15 ബസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തിയപ്പോൾ 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ന്യൂ ഗുഡ്ഡത ഹള്ളി എന്ന് പറഞ്ഞിട്ടുള്ള മൈസൂർ റോഡിലുള്ള ഈ ഒരു പെട്രോൾ പമ്പ്, പേരൊക്കെ എങ്ങനെയെന്നല്ല ഞാൻ കണ്ടെത്തിയിടോ നെറ്റിലൊക്കെ നോക്കിയിട്ട്, അതുകൊണ്ട് തന്നെ പ്രൊണൗൺസ് ചെയ്തതിൽ തെറ്റുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കട്ടോ. നമ്മൾ കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ബാംഗ്ലൂർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലേക്കായിരുന്നു. പറഞ്ഞതിനെക്കാട്ടിൽ കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിലും 9:45 അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടുന്ന് പിന്നെ നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തണമെങ്കിൽ 3 ബസ് മാറി കയറേണ്ടി വന്നു. ഒന്ന് മജസ്റ്റിക്, ദെൻ അവിടുന്ന് ശിവാജി നഗർ, അവിടുന്ന് പിന്നെയും ഒരു ബസ്സും കൂടി കയറേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവിടുന്ന് മെട്രോ അങ്ങ് കയറിയാൽ മതിയായിരുന്നു. നമ്മൾ ബസ് ഇറങ്ങിയിട്ടുള്ള സാറ്റലൈറ്റ് ഉണ്ടല്ലോ അവിടുന്ന്, അതാണ് പറയണത്. ചില സമയത്ത് ബൾബ് കത്താൻ കുറച്ച് ലേറ്റ് ആവുന്നല്ലേ. നമുക്കിനി മാറി കയറാനുള്ള ബസ് ഉണ്ടായിരുന്നത് പുറത്തുനിന്ന് റോഡ് സൈഡ് ഉണ്ടാവുമല്ലോ, അവിടെ തന്നെ ആയിരുന്നു ബസ് കയറാനുണ്ടായിരുന്നത്. ബട്ട് വിശാലമായിട്ടുള്ള നമ്മളെ സാറ്റലൈറ്റിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ടാണ് നമ്മൾ പിന്നെ അടുത്ത ബസ് കയറാൻ പോയത്. സാറ്റലൈറ്റിൽ നിന്ന് 3ാമത്തെ ബസ്സാണ് ഇപ്പോൾ മാറി കയറുന്നത്, അതുകൊണ്ടാണ് നല്ല ടയർഡായിരുന്നു. നമ്മൾ ബാംഗ്ലൂർ പോയിട്ട് സിസ്റ്റർ അടുത്തൊക്കെ പോയി അവിടെ സ്റ്റേ ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്ന വീഡിയോ ആണിത്. ഇത് വരുന്നത് ട്രെയിനിലാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പൊലച്ച സമയത്താണ് ഇപ്പോൾ അത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഷൊർണൂർ സ്റ്റേഷനിൽ നിർത്തിയപ്പോൾ അവിടെ പുറത്ത് പോയിട്ട് ചായയിൽ വാങ്ങി വടക്ക് വാങ്ങി കഴിച്ചു കൊണ്ടിരിക്കുന്നു ഗോയ്സ്. എന്താണെന്നറിയില്ല, അവൽ സുബീഖിന് എനിക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ കൂടെ നിൽക്കണ വട്ട കേസുകൾക്കൊക്കെ നിൽക്കണ ഒരാളുടെ ഒരു നേക്കല്ലേ, ഓൻ പോയിട്ട് എനിക്കൊരു പോപ്കോണും വാങ്ങിക്കൊണ്ടുവന്നു. അത് 2ആളും കൂടി തിന്നപ്പോൾ തന്നെ ആഹാ അന്തസ്, ഒരു മനസ്സുഖം. പെങ്ങളും അളിയനും മോനൊക്കെ ഇന്ന് പുലർച്ചെ USA പോയിട്ടുണ്ട്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഓരോരുത്തരൊന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുമ്പോൾ തന്നെ ഒരു റാഹത്ത്, ഒരു സന്തോഷമാകും. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ്. ഞാൻ പറഞ്ഞത് നൈറ്റിൽ 8 ടിക്കറ്റ് കിട്ടുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനോട് ഇറങ്ങുമ്പോൾ വാതിലെടുക്കണ്ട, ചിലപ്പോൾ ഞാൻ കിട്ടുമായിരുന്നു. ടിക്കറ്റ് അല്ലേ അവന് വീക്കെൻഡ് അതിനെക്കൊണ്ട് പറയാൻ പറ്റില്ല. ഞങ്ങളെടുത്ത് പോകാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടായ ഒരു ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് അത് വേണ്ടാന്ന് വെച്ചു, കാരണം ടിക്കറ്റ് ഉണ്ടാവില്ല, നടക്കില്ല എന്ന് ഉറപ്പിച്ചത്. പിന്നെ ഫ്രണ്ട് തഷ്രീഫാണ് പോകാനുള്ള മുൻകൈ എടുത്തത്. അതുപോലെ തന്നെ എൻ്റെ MP ട്രാവൽസിലുള്ള എൻ്റെ ഫ്രണ്ട് ഇർഷാദ്, ഓനാണ് ഓൺ ദ സ്പോട്ടിൽ ടിക്കറ്റ് എടുത്തത്. എനിവേ താങ്ക്സ് ഡാ. പെങ്ങളെ അളിയൻ്റെ മോൻ്റെ യാത്രയൊക്കെ റാഹത്തായിട്ട് സേഫായിട്ട് അവിടെ എത്തിട്ടെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലാണ്. യാത്രയായിരുന്നു ഓരോ ദിവസം ഓഫീസ് ലീവായി, അതുകൊണ്ട് ഇന്ന് ഓഫീസ് ലീവാക്കൽ ശരിയാവില്ല. അപ്പം ശരി, എന്നാൽ ബൈ.